ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണ്. അതായത് 2020 SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തവർക്കുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2020 വന്നിട്ടുള്ള SSC GD എക്സാമിനേഷൻ്റെ ആൻസർ കീ നിലവിൽ SSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, അതുപോലെ തന്നെ എത്ര ആൻസേഴ്സ് ശരിയായി, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, എത്ര മാർക്ക് മൈനസ് മാറി, അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. SSC GD എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ റിസൾട്ട്, അതായത് ആൻസർ കീ ചെക്ക് ചെയ്യേണ്ടതാണ്. ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആൻസർ കീ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു ആൻസർ കീ ചെക്ക് ചെയ്യേണ്ടത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയല്ല. ഇതിനായിട്ട് SSC പ്രത്യേക ഒരു വെബ്സൈറ്റ്, അതായത് പ്രത്യേകിച്ച് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി മാത്രമായിരിക്കും നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു ആൻസർ കീ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ SSC GD ആൻസർ കീ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ SSC GD എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ റോൾ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു എക്സാമിനേഷൻ്റെ പാസ്വേഡ് അതുപോലെ തന്നെ റോൾ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള ആ ഒരു റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്പേസ് ഇല്ലാതെ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ലോഗിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് തൊട്ട് താഴെ. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ്, അതുപോലെ തന്നെ എറൈസ് ഒബ്ജെക്ഷൻ എന്ന്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ കീ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റൈസ് ഒബ്ജെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒബ്ജെക്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. ഒബ്ജെക്ഷൻ നൽകുമ്പോൾ അവിടെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഇൻ്റർഫേസിൻ്റെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ ടു ഡൗൺലോഡ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ കോൺസ്റ്റബിൾ GD CAPF SS റൈഫിൾമാൻ GD ഇൻ ആസർ റൈഫിൾസ് ആൻഡ് സെഫോ ഇൻ NCB എക്സാമിനേഷൻ ഹിയർ ടു ജനറേറ്റ് ഇറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഹിയറിൻ്റെ അവിടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഒന്ന് ലോഡായ ശേഷം നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ആൻസർ കീ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ വെന്യൂ, അതുപോലെ തന്നെ എക്സാം ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSCയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം വെരിഫൈ ചെയ്ത് കറക്റ്റാണെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആൻസർ കീ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ശരി ഉത്തരവും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഉത്തരമാണ് അവിടെ ആൻസർ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത്, അതായത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിൻ്റ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾ വലത്തേ സൈഡിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് SSC GD എക്സാമിനേഷൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യേണ്ട ശരിയായ രീതി. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ആൻസർ കീ അല്ലെങ്കിൽ ആൻസേഴ്സ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആൻസർ കീ പരിശോധിച്ചവർ നിങ്ങളുടെ റിസൾട്ട്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു അതുമായി ബന്ധപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.